നമസ്കാരം. നാമെല്ലാം ഏറെ സ്നേഹിക്കുകയും ആരാധിക്കുകയും ബഹുമാനിക്കുകയും ചെയ്യുന്ന അതുല്യ കലാകാരനാണ് ശ്രീ പ്രേം നസീർ. ഇപ്പോഴിതാ പ്രേം നസീറിനെ വിമർശിച്ചതിന് മുട്ടൻ പണി കിട്ടിയിരിക്കുകയാണ് നമ്മുടെ ടിനി ടോമിന്. ഒരു ചാനൽ അഭിമുഖത്തിനിടയിലാണ് ടിനി ടോം പ്രേം നസീറിനെതിരെ രൂക്ഷ പരാമർശം നടത്തിയത്. വാവിട്ട വാക്കും കൈവിട്ട ആയുധവും ഒരിക്കലും തിരിച്ചെടുക്കാൻ പറ്റില്ല എന്ന് പഴമക്കാരുടെ ഒരു ചൊല്ലുണ്ട്. പക്ഷേ വിമർശിച്ചത് സാക്ഷാൽ പ്രേം നസീറിനെ ആയിപ്പോയി. പ്രേം നസീർ നമ്മെ വിട്ടുപോയിട്ട് വർഷങ്ങളായിട്ടുണ്ട് എങ്കിലും പ്രേം നസീർ എന്ന ഇതിഹാസ താരത്തെ സ്നേഹിക്കാത്ത മലയാളികൾ ഉണ്ടാകില്ല. ടിനി ടോം നടത്തിയ പരാമർശം ഏറ്റെടുത്ത് ജനങ്ങളും സിനിമാ പ്രവർത്തകരും ടിനി ടോമിനെതിരെ രൂക്ഷ വിമർശനവുമായി രംഗത്ത് വരികയും ചെയ്തു. പ്രേം നസീർ അവസാന നാളുകളിൽ സിനിമയില്ലാത്ത മനോവിഷമത്തിലാണ് മരിച്ചത് എന്നും എല്ലാ ദിവസവും കാലത്ത് മേക്കപ്പിട്ട് ഇറങ്ങുമായിരുന്നു എന്നും അടൂർ ഭാസിയുടെയും ബഹദൂറിൻ്റെയും വീട്ടിൽ ചെന്ന് അദ്ദേഹം സിനിമയില്ലാത്തതിൻ്റെ സങ്കടം പറഞ്ഞ് കരയുമായിരുന്നു എന്നൊക്കെയാണ് ടിനി ടോം ചാനലിൽ ഇരുന്ന് പറഞ്ഞത്. അടിമുടി സുന്ദരനായ നസീർ സാറിന് ടിനി ടോമിനെ പോലെ വിഗും വെച്ച് നടക്കേണ്ടി വന്നിട്ടില്ല എന്നാണ് സംവിധായകൻ എം.എ. നിഷാദ് ടിനി ടോമിനെതിരെ രൂക്ഷ വിമർശനവുമായി രംഗത്ത് വന്നത്. പിന്നീട് വന്നത് ആലപ്പി അഷറഫാണ്. ആദ്യം പ്രേം നസീർ ആരാണെന്നും അദ്ദേഹത്തിൻ്റെ ചരിത്രം ഒന്ന് പഠിച്ചിട്ട് വിമർശിക്കൂ എന്നുമാണ് ആലപ്പി അഷറഫ് പ്രതികരിച്ചത്. ഏറ്റവും കൂടുതൽ സിനിമയിൽ നായകനായി ഗിന്നസ് ബുക്കിൽ ഇടം നേടിയ നസീറിനെ പറ്റിയാണോ താൻ ഇങ്ങനെ പറഞ്ഞത് എന്നും നേരെ ചൊവ്വേ മിമിക്രി ചെയ്യാൻ പോലും അറിയാത്ത, നല്ലപോലെ അഭിനയിക്കാൻ അറിയാത്ത താനാണോ മലയാള സിനിമയെ വർഷങ്ങളോളം നിലനിർത്തിയ പ്രേം നസീറിനെ പറ്റി പറയുന്നത് എന്നുമൊക്കെ രൂക്ഷ വിമർശനങ്ങളാണ് വന്നുകൊണ്ടിരിക്കുന്നത്. ഒടുവിൽ ഗതികെട്ട് ടിനി ടോം മാപ്പുമായി രംഗത്ത് വരികയും ചെയ്തു. എന്തെങ്കിലുമൊക്കെ വിളിച്ചു പറയുമ്പോൾ രണ്ടു വട്ടം ഒന്ന് ആലോചിക്കണം എന്ന് പണ്ടുള്ളവർ പറയുന്നത് എത്ര സത്യമാണെന്ന് ടിനി ടോമിനെ പോലുള്ളവർ ഒന്ന് ഓർക്കുന്നത് വളരെ നല്ലതാണ്.